ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ സാരി ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പാവാട ഉടുത്തിട്ട് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പാവാട ഉടുത്തിട്ട് ചെയ്യണം എന്നുള്ളത് റിക്വസ്റ്റ് വന്നിരുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പാൻറ് ഇട്ടിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. പാവാട ഉടുത്തും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് കുഴഞ്ഞ സാരിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന ഒരു തരം സാരിയാണ്. ഇതെനിക്ക് രാധിക മണി MR ലാൽ ബ്ലോഗ് ആ ഒരു യൂട്യൂബ് ചാനലിലെ ഓണർ രാധിക മണിയൻ തന്നൊരു സാരിയാണ് കേട്ടോ. അപ്പം നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു റെഡ് കളറ്. അതിൽ ഇങ്ങനെ കള്ളി പോലെ ഈ ഗോൾഡൻ ഇത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ഗോൾഡൻ ബോർഡർ കൂടെയാണ് വന്നിരിക്കുന്നത്, മേലെയും താഴെയും. അതെ, ഞാൻ സാരി തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഇത് താഴോട്ടാണ് വരേണ്ടത്. ഓക്കെ, നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയ സമയത്ത് ഈ അറ്റം ഒന്നും അടിക്കാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൊണ്ടുവന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. രണ്ട് സൈഡിലും ഗോൾഡൻ ബോർഡറും ഇങ്ങനെ. പക്ഷേ ഈ ഒരു പാവാട കൊടുത്തിട്ട് കാണിക്കുന്നത് മാച്ചിങ് പാവാടയൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാനൊന്നും ഒരിടത്തും പോകാനില്ല, ഇപ്പോൾ ഒരു വീഡിയോ മാത്രം എടുത്താൽ മതി. വീട്ടിൽ തന്നെയല്ല നിൽക്കുന്നത്, അതുകൊണ്ട് പിന്നെ വിഷയമല്ല. ഈ ഒരു വോയിസ് കൊടുക്കുന്നത് വീഡിയോയിൽ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ സമയത്തും പോലെ തന്നെ നമ്മളിങ്ങനെ എടുത്ത് കുത്തണം. ഈ ഒരു സൈഡിൽ പിടിച്ച് കുത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ വണ്ണമുള്ള ഒരാളാണ്, ഒരു 5.5 മീറ്റർ സാരിയാണ് വരുന്നത്. എല്ലാ സാരിയും ഒരു 5.5 മീറ്ററാണ് വരുന്നത്. ബ്ലൗസ് പീസും കൂടെ ചേരുമ്പോഴത്തേക്കും 6.5 മീറ്റർ അല്ലെങ്കിൽ 6.25 മീറ്ററാണ് നമുക്കൊരു സാരിക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കുത്താനായിട്ട് നോക്കാം. ഈ നടുഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കുത്താം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഞെറിവ് കിട്ടാനായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അതൊരു ടിപ്പാണ്. വണ്ണം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ ടക്കിങ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ പറഞ്ഞ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്ക് സൈഡിലും സെയിം അതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ടക്കിങ് ചെയ്ത് കൊടുക്കുക. എനിക്ക് മൈക്കില്ല കേട്ടോ, ഞാൻ ബ്ലൂടൂത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇത്രത്തോളം നമുക്ക് കേൾക്കാം എന്നൊന്നും എനിക്കറിയില്ല. നമ്മളിങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എത്രയാണ് മുന്താണിയുടെ ഇറക്കം വേണ്ടത് അത്രയും നമുക്ക് എടുക്കാം. ഞാൻ പിന്നീട് ഇതിൽ കൊടുത്തേക്കാം, സ്പീഡായിട്ട് ഇട്ടേക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഒപ്പത്തിന് എടുത്തിട്ട് അളവ് നോക്കാം. അളവ് നോക്കിയിട്ട് അതങ്ങനെ വിടുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് പ്ലേറ്റ് എടുത്ത് വിടണം. ഇതിപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഞാനൊരു പ്രൊഫഷണൽ അല്ല, ഞാൻ എടുക്കുന്ന രീതികളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അത് ഉപകാരമായി എന്ന് തന്നെ വിചാരിക്കുന്നു. എനിക്ക് ഈ വലത് കൈ വെച്ച് നോർവ് എടുക്കുന്നതിനേക്കാളും ഈ കൈയാണ് എളുപ്പം. പക്ഷേ ഇന്ന് ഞാൻ ഈ കൈ വെച്ചിട്ട് എടുത്ത് കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലോട്ട് നമുക്ക് ഒരുപാട് തുണി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതുപോലെയല്ല, നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ബ്ലൗസുകൾ വെട്ടാതെ സാരി എടുക്കാൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ നോർവേവ് ഒരുപാട് ഉള്ളത് ഇഷ്ടമാണ് കേട്ടോ. അതെങ്ങനെ നിങ്ങൾക്കത് ഇഷ്ടമാണോ ആ ഒരു മെത്തേഡ് ഇഷ്ടമുള്ളവരൊന്ന് കമ്പി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോർവ് ഇങ്ങനെ കുലച്ച് കിടക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നടക്കുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഇതിങ്ങനെ വിരിഞ്ഞ് പോകുമ്പോഴേ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നോർവ് വെച്ച് സാരി എടുക്കുന്നതാണ് എനിക്കിഷ്ടം പേഴ്സണലി. പിന്നെ നിവർത്തിയില്ലെങ്കിൽ മാത്രമാണ് ബ്ലൗസ് വെട്ടി ചെയ്യാറ്. ചില ബ്ലൗസ് നമ്മൾ സാരി തന്നെ വെട്ടി ചെയ്യുമ്പോഴാണല്ലോ ഒന്നും കൂടെ ഭംഗിയുള്ളത്. നമുക്ക് ഇത്രയും നിറവ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രീപ്ലേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന ഒരു സാരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് നമ്മൾ ആക്കിയിട്ടുണ്ട്. പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പിന്ന് വെക്കാം, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനായിട്ട് ഒരു പിന്ന് വെച്ച് ഇതാക്കാം, സെക്യൂർ ചെയ്ത് വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ഈ മുന്താണിയുടെ പോർഷൻ നമുക്ക് റെഡിയാക്കാനുണ്ട്. മുന്താണി നമുക്ക് എത്രത്തോളം നമുക്ക് വീതി കൂട്ടിയിട്ടാണോ വീതി കുറച്ചിട്ടാണോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഒരു ഇത്രയും നീളത്തിലാണ് എടുക്കുന്നത് കേട്ടോ.
ഇപ്പം നമുക്ക് ഒരു സാരിയുടെ മുന്താണി വെച്ചിട്ട് 10 പ്ലേറ്റ് വരെ എടുക്കാം. 10 പ്ലേറ്റ് എടുക്കുന്നുണ്ട്, 7 പ്ലേറ്റ് എടുക്കുന്നുണ്ട്, 5 വരെ എടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം മൊത്തം പരീക്ഷിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ട് ആയിട്ട് തോന്നിയത് 7 എടുക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പം ഞാൻ എത്ര എടുത്തേക്കുന്നത് നോക്കട്ടെ. 1 2 3 4 5 6 6 എടുത്തേക്കുന്നത്. നമുക്കത് 7 ആക്കാം. 7 ആക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കുത്തേണ്ടത്. വയറ് കാണാതെ ഉള്ളൊരു ഇതാണ് നമ്മളൊന്ന് കൊടുക്കുന്നത്. എന്നാൽ അത് നല്ല സ്റ്റൈലിഷ് ആയിട്ടും നല്ല ഭംഗിയിലിരിക്കുകയും വേണം. ഇതിൻ്റെ ഒരു വലിയ ബോർഡർ, ഈ ഒരു ഭാഗത്ത് വലിയൊരു ബോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചിങ്ങനെ എടുക്കാം. മുന്താണിയിൽ ആ ബോർഡർ വരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ലൈനായിട്ട് മാത്രമാണ് മുന്താണി വരുന്നത്. ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് വെട്ടം അടിച്ചിട്ട് വലിയ ബോർഡർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബോർഡർ നിലനിർത്തിക്കൊണ്ട് തന്നെ തിരിച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും പിന്നെ നമുക്കത് ശരിയാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരേ മൊത്തം ഇല്ലാത്തത് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഓരോ ഇതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് എടുക്കുക. 4 5 6 7 അല്ലേ ഞാൻ എടുത്തത്. ഇതൊക്കെ നമ്മളിങ്ങനെ ആക്കില്ല. ഓക്കെ, 6 പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്താണ് എടുക്കാൻ പോയി സമയം കൊണ്ട് സാരി താഴേക്ക് ഇതായിപ്പോയി. 3 4 5 6 6. ഓക്കെ, ഞാൻ 6 ഇതെടുത്തിട്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങളുടെ ഈ ചിലർക്ക് ഇങ്ങനെ മേലോട്ട് കൊടുക്കാൻ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ കൊടുക്കാനാണ് ഇഷ്ടം. പിന്നെ ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും കൊടുക്കാൻ ഇഷ്ടം. എന്ന് വെച്ചാൽ ജസ്റ്റ് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെച്ചിട്ടായിരിക്കും കുത്തുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കൊടുക്കുന്നവർക്കുള്ള ഒരിത് കാണിച്ചു തരാൻ കേട്ടോ. പിന്നെ ഒരുപാട് താഴേക്ക് കുത്തരുത്, ഒരുപാട് മേലേക്കും കുത്തരുത്. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ പിന്നെ കുത്തുമ്പോൾ ബാക്കിൽ നിന്ന് കുത്തുക. ബാക്കിൽ നിന്ന് കുത്തുമ്പോൾ നമ്മൾ ഇത് മൊത്തം ഇട്ട് വരുമ്പോഴേക്കും ഒരുപാട് ഇങ്ങനെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ഇന്നത്തെ സാരി ട്രൈ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഇവിടെ നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്തില്ലായിരുന്നല്ലോ. വേറെ കാണാതെ കൊടുക്കേണ്ടവർക്കുള്ള മെത്തേഡാണ് ഈ പറയുന്നത്. ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പം എന്താണ് ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു നാളെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നല്ല ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. കണ്ടോ വ്യത്യാസം? കണ്ടോ ഇങ്ങനെ ഷേപ്പിൽ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. വലിച്ചെടുക്കുമ്പം ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം കൃത്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു പിൻ കുത്താം. ഞാൻ വലിച്ച് വെച്ചിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കാം. കുത്തുമ്പോൾ ശ്രദ്ധിക്കുക, കാലിലോ നമ്മൾ കുത്തുന്ന ഭാഗത്തൊന്നും കൊള്ളാതെ ശ്രദ്ധിക്കുക. അണ്ടർ സ്കേർട്ടോട് കൂടി ചേർത്തിട്ട് വേണം കുത്താനായിട്ട് കേട്ടോ, എന്നാലേ അതവിടെ ഇരിക്കുള്ളൂ. പിന്നെ ഈ ഒരു ബാക്കി വരുന്ന ഭാഗം ഇപ്പോൾ ചിലരിങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇതിപ്പം ഓൾമോസ്റ്റ് വയറ് നമ്മുടെ മറയും. ഈ ബ്ലൗസ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓൾമോസ്റ്റ് ഇവിടെ മറയും. അതിനുശേഷം നമുക്കിവിടെ പ്ലേറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഓക്കെ. ഇപ്പം നമ്മൾ ആ കുത്തി വെച്ച പിന്ന് എടുക്കുക. ആ കുത്തിയ ഇവിടെ ഇങ്ങനെ കുത്തി പരിച്ച് കുത്തിയില്ലേ, ആ ഒരു പിൻ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ബൾജ് ചെയ്തൊന്നും നിൽക്കത്തില്ല കേട്ടോ. നമ്മൾ കുത്തുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും നമുക്കത് ബൾജ് ചെയ്യാതെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്കൊന്നും അത് പറ്റുന്നില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല വർക്കൗട്ടാണ് കേട്ടോ. നല്ല ഷേപ്പിലും ഇരിക്കുകയും ചെയ്യും. ഓക്കെ, കണ്ടോ ഇവിടെ എവിടെയാണ് ബൾജ് ചെയ്ത് നിൽക്കുന്നത്? നല്ല രസമല്ലേ, നല്ല ഭംഗിയാണ്.
സെയിം ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിനായിട്ട് ഓക്കെ നമ്മൾ നേരത്തെ ശരിക്കും കുത്തിയിലായിരുന്നല്ലോ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് കുഴഞ്ഞു കൊടുക്കുക. കുഴഞ്ഞു കൊടുക്കുമ്പോഴേക്കും നമുക്ക് അത് ഇരിക്കേണ്ട സ്ഥലത്തിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇരിക്കേണ്ട സ്ഥലത്തിരിക്കും. പിന്നെ വെച്ചതുകൊണ്ട് തന്നെ അത് പോകത്തുമില്ലല്ലോ. ഒരുപാട് പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് പറഞ്ഞില്ല. ഇതിങ്ങനെ എടുക്കണം കേട്ടോ. പ്ലേറ്റ് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ താഴെ വരുമ്പോഴേക്കും നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയിൽ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ വയറ് കാണത്തില്ല. ഓക്കെ, ഇത് നമ്മളിതിൽ ടക്കിങ് ചെയ്ത് കൊടുക്കും. ദാറ്റ്സ് ഓൾ. ഇവിടെ എല്ലാം ഭംഗിക്ക് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയും അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ മേലോട്ട് കയറാതിരിക്കാനായിട്ട് നമുക്കൊരു ട്രിക്ക് ചെയ്യും. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കുത്ത് കൊടുക്കും. കുത്തിയാണ്. അപ്പം അത് കാണത്തുമില്ല. ഇതിങ്ങനെ മേലോട്ട് വരത്തുമില്ല. അത് അങ്ങനെ ഇരുന്നോളും കേട്ടോ. പിന്നെ ഈ പ്ലേറ്റ്സ് വയറ് കാണാതിരിക്കാനായിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ഒരു സംഭവം ഇവിടെ വേണമെങ്കിൽ വയറൊട്ടും കാണണ്ട എന്നുള്ളവർക്ക് ഞാൻ ഇനിയിപ്പം ബ്ലൗസ് ഇട്ടിട്ട് കാണിച്ചു. അപ്പം നമ്മൾ ബ്ലൗസ് ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി വയറ് കാണാതെ എങ്ങനെ എടുക്കും. ഇവിടെ ഞാൻ പിൻ വെച്ചിട്ടുണ്ടല്ലോ. പിൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും സാരി വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വയറ് ഒട്ടും കാണണ്ട എന്നുള്ളവർക്ക് ട്രിക്ക് പറഞ്ഞാൽ ഇതിങ്ങനെ സൈഡിൽ നിർത്തുക. സൈഡിൽ നിർത്തിട്ട് ഇങ്ങനെ വരച്ച് കുത്തുമ്പോഴേക്കും നമുക്ക് വൃത്തികേടാണ്. ഭയങ്കര വൃത്തികേടാണ്. ഇങ്ങനെ കയറ്റി വെച്ചതുപോലെ ഉണ്ടാകും. അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഒരുപാട് ഇങ്ങോട്ട് കയറ്റാതെ ഈ ഭാഗത്ത് വെച്ചിട്ട് പിൻ ചെയ്യുക. കാണാവോ? ഇങ്ങനെ ആയി. ഓക്കെ, എന്നിട്ടും പിന്നെ നിങ്ങൾക്ക് സമാധാനമായില്ല. വയറ് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ എങ്ങാനും പറന്നു പോകും. എന്നിട്ട് വയറ് കാണുന്നുള്ളവർക്ക് ഒരു ട്രിപ്പുണ്ട്. അയ്യോ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക. ഓക്കെ, ഇതിങ്ങനെ മാറ്റിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ പിൻകുത്താം. ഇവിടെ ബ്ലൗസിൻ്റെ മേലെ കൂടി ഇവിടെ പിൻകുത്താം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സാരി വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിൻകുത്താം. അപ്പോൾ കാറ്റടിച്ചാലും ഇപ്പം എത്ര തന്നെ കാറ്റടിച്ചാലും ഇത് നമ്മുടെ വയറ് കാണത്തേയില്ല. ഇപ്പം ഇങ്ങനെ മാറ്റിയാൽ പോലും അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിക്ക് ആയില്ലേ. പിന്നെ ഇവിടെ ഉന്തിയൊന്നും ഇരിക്കുന്നില്ലല്ലോ. നല്ല സ്മാർട്ടായിട്ട് തന്നെ നല്ല ആക്കിയിട്ടുണ്ട്. ഇവിടെയും ഓരോ കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വയറ് കാണുന്നതുമില്ല. നല്ല ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കാവുണ്ട്. ഞാൻ ബ്ലൂടൂത്ത് വയ്ക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. എങ്ങനെ ഉണ്ടെന്നുള്ളത് അഭിപ്രായം പറയൂ. ഈ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ട് സാരിയെ പറ്റിയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ഇടുക. ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി നമ്മളിവിടെ പിൻ കുത്തിയത് കൊണ്ട് തന്നെ ഇതിങ്ങനെ കയറി വരത്തില്ല. ആക്ച്വലി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റ്സും കയറാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞൊരു ട്രിക്ക് ചെയ്താൽ മതി. എല്ലാ പ്ലേറ്റ്സും കൂടെ എടുത്തിട്ട് ഇവിടെ ഒരു പിൻ കുത്തിയാൽ മതി. ബ്ലൗസോട് കൂടി ചേർത്തിട്ട് പിൻ കുത്തുമ്പോൾ നമുക്ക് ആ ഒരു ഇതും കൂടെ ഒഴിവാക്കാം. ചില സാരികളുണ്ടല്ലോ നമ്മൾ ഉടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരു ടൈപ്പ് ഓഫ് സാരി ഉണ്ടല്ലോ. ചില തുണികളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ സാരിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ നമ്മളൊരു മോഡലുകൾ ഫോട്ടോ പോസൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഞാനൊരു ഐഡിയ ആയിട്ട് ഇങ്ങനെ പറയുന്നതാണ്. ഇപ്പോൾ ചിലരിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രസമല്ലേ. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും ആ ഒരു പോസിലൊക്കെ നിന്ന് കഴിഞ്ഞാലും നല്ല രസമാണ്. പിന്നെ ഞാനെപ്പോഴും മാക്സിമം ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. കൈ ഇങ്ങനെ വെച്ചിട്ട് ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ കാണുമ്പോൾ പറയും അമ്മ എന്താ തൊഴാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ
യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഫുള്ള് വീഡിയോ ഒരുപാട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ സാരി എടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ചെരുപ്പിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണ്, ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ ഓൾ.